അടുത്തത് കർക്കിടകക്കൂറാണ്, ക്യാൻസർ എന്നാണ് പറയുക. പുണർത്തത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. ഇവർക്ക് ലാഭസാധ്യതകളൊക്കെ ഉള്ള ഒരു കാലമാണ്. മറ്റ് നമ്മുടെ കൂടെ സബോർഡിനേറ്റായിട്ട് ജോലി ചെയ്യുന്നവരോ അതുപോലെ തന്നെ സുഹൃത്തുക്കളോ ഒക്കെ ആയിട്ടുള്ളവരുടെ പരിചയക്കാരുടെയും ഒക്കെ പല സഹായങ്ങളും നമ്മുടെ പ്രവർത്തികളിൽ പ്രൊഫഷനിൽ ഉണ്ടാകും. എന്നാൽ ബുധൻ 12ലേക്ക് മാറുന്ന ഒരു സമയത്ത്, അതായത് ആഴ്ചയുടെ അവസാനം അത്ര അനുകൂലമായിരിക്കില്ല. ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാം. കുറച്ചൊക്കെ മാനസിക സമ്മർദ്ദങ്ങളുമൊക്കെ ആഴ്ചയുടെ അവസാനം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ഇവർക്ക് പാർട്ട്ണർഷിപ്പ് വഴി അഥവാ നെറ്റ്വർക്കിംഗ്, അതായത് പലർ ചേർന്ന് ചെയ്യുന്നതായിട്ടുള്ള ജോലികളിലും മറ്റൊക്കെ വ്യാപൃതരായിട്ടുള്ളവർക്ക് നേട്ടങ്ങളുണ്ടാകുമ്പോൾ ആദ്യകാലത്തൊക്കെ കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാവുകയും പിന്നീടത് കുറഞ്ഞു വരികയും, അതായത് ആഴ്ചയുടെ അവസാനം പൊതുവേ ഇങ്ങനെയുള്ള ബിസിനസ്സിലോ ധനപരമായിട്ടുള്ള കാര്യങ്ങളിലോ ഒക്കെ കുറച്ച് കുറവാണ് സംഭവിക്കുക. ചില അനാവശ്യ ചിലവുകളും സ്പെക്കുലേറ്റീവായിട്ടുള്ള നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിലും കുറച്ചൊരു കാലുഷ്യങ്ങളോ വെറുപ്പോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് സംസാരത്തിൽ കൂടി അത് പരിഹരിക്കേണ്ടതാണ്. തുറന്നുള്ള സംസാരം അതിനൊക്കെ ഗുണം ചെയ്യും. ആരോഗ്യപരമായിട്ട് കുറച്ച് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ കാര്യമായിട്ട് വരുന്നില്ലെങ്കിൽ പോലും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും ക്ഷീണവും ഉറക്കക്കുറവ് മുതലായിട്ടുള്ളവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശിവനെ പൂജിക്കുക എന്നുള്ളതാണ്, ശിവമന്ത്രം ജപിക്കുക, നമഃശിവായ എന്ന് പറയുന്നതായിട്ടുള്ള പഞ്ചാക്ഷര മന്ത്രം നിത്യേന ജപിക്കുന്നതും ഒക്കെ ഇതിന് നല്ല ഫലങ്ങൾ ചെയ്യുന്നതാണ്.